ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺസിൽ എങ്ങനെ എയറോപ്ലെയിൻ മോഡ് നമുക്ക് ഓൺ അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിമ്മിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കട്ടാവുന്നതായിരിക്കും, അതുപോലെ തന്നെ വൈഫൈയുടെ കണക്ഷനൊക്കെ കട്ടാവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ പോകണമെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളൊന്നും വേണ്ട എന്നുണ്ടെങ്കിലൊക്കെ എയറോപ്ലെയിൻ മോഡ് എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അഥവാ എയറോപ്ലെയിൻ മോഡ് ഓൺ ആയി പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കാൻ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എയറോപ്ലെയിൻ മോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഡിഫാൾട്ടായിട്ട് അത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി എയറോപ്ലെയിൻ മോഡ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയറോപ്ലെയിൻ മോഡ് എനേബിൾ ആവുന്നതായിരിക്കും. ഇപ്പം ഇവിടെ മുകളിൽ നോക്കിയാൽ എയറോപ്ലെയിൻ്റെ ഒരു ചിഹ്നവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയും കാര്യങ്ങളൊന്നും ഓണാക്കാൻ കഴിയില്ല. ഇനി നിങ്ങളുടെ ഫോൺ ഇതുപോലെ എയറോപ്ലെയിൻ മോഡിലായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇത് ഓഫാക്കി കൊടുത്താൽ മതി. ഓഫാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയറോപ്ലെയിൻ മോഡ് ഡിസേബിൾ ആവുന്നതായിരിക്കും. ഇപ്പം സിമ്മിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ എയറോപ്ലെയിൻ മോഡ് ഓണും ഓഫും ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.